അവസാന ഭാഗത്തേക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. രാത്രിക്ക് ഇനി എന്താ അമ്മ വേണ്ടത്? എനിക്കിനി ഒന്നും വേണമെന്നില്ല മോളെ. ആരാ? ഞാൻ ഗുണ്ട വിനു, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാ. ശബ്ദത്തിന് കനം പോരാ, ഒന്നുകൂടെ കനപ്പിക്കേ. കനപ്പിച്ചടാ, ഇത്രേ വരുന്നുള്ളു. അയ്യോ പോട്ടെണ്ണ, കരയാവേ. തനിക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് എവിടെ നിന്നോ കിട്ടി, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ FBയിൽ നിങ്ങൾ ഇനിയിപ്പോൾ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇനി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ? അത് സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനാ? അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ FB പോസ്റ്റ് എങ്ങനെ കണ്ടു? മാഡം, ഉള്ള കാര്യം പറയാമല്ല, ഞാൻ ഇത്തിരി സാഹിത്യവാസനയൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഈ ജയിലിലൊക്കെ ആണെങ്കിലും പുറത്ത് FB സൗഹൃദങ്ങളൊക്കെ വെച്ച് അവരുടെ പോസ്റ്റൊക്കെ വായിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. എനിക്ക് പക്ഷേ നിലവാരം അത് എനിക്ക് അങ്ങ് വല്ലാത്തൊരു നിർബന്ധമുള്ള കാര്യമാണ്. അതിന് അല്ല, എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക, നിങ്ങൾ എന്ത് ധൈര്യത്തിലായി നിങ്ങളുടെ ബുക്ക് പ്രസിദ്ധീകരിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഞാൻ പ്രസിദ്ധീകരിക്കുക ചെയ്യാതെന്താ? അത് ഗുണ്ട വിനു തീരുമാനിക്കണമല്ലോ. ഗുണ്ട വിനു തീരുമാനിക്കണമെന്നോ? താൻ ആരുവാ? എൻ്റെ FB സുഹൃത്തുക്കളിൽ ആരെങ്കിലും പ്രസിദ്ധീകരിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വാങ്ങിക്കണം ആദ്യം. എനിക്ക് നോക്കുകൂലി തന്നിട്ടാണ് ബാക്കി. പിന്നെ ഞാനും ഒന്ന് വായിച്ചു നോക്കി ഓക്കെ ആക്കണം. ഇതൊന്നും അറിഞ്ഞൂടെ മാഡത്തിന്? പിന്നെ നിങ്ങൾ എഴുതിയതിനെ എനിക്ക് എത്രയും വേഗം എൻ്റെ ഇമെയിലിലോട്ടൊന്ന് അയയ്ക്കുക. gundavinu@pujapura.com. ഹലോ മാഡം, ഞാൻ വായിച്ചു. ഇതിനൊരു നിലവാരമില്ലല്ലോ. സഹിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെ അവരെ ചെന്ന് എനിക്ക് അടിക്കാൻ പറ്റുമോ പൊട്ട? അല്ല, തനിക്ക് എന്താ വേണോടോ? പിന്നെ തൽക്കാലം നിലവാരം ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ക്യാഷ് മുടക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ അക്ഷരത്തെറ്റ്, ഉദാഹരണത്തിന് അയാൾ അവനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി. കുഞ്ഞിന് അവൻ്റെ അതേ മുഖഛായ. അവിടെ മാഡം അവൻ്റെ അതേ കാർബൺ കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പി ഇട്ടിരുന്നെങ്കിൽ പോലും ഞാൻ സഹിച്ചിരിക്കും. പക്ഷേ ഇത് ചായ ആയിപ്പോയി, കുടിക്കുന്ന ചായ. ഞാനേ മനഃപൂർവ്വം കുറെ തെറ്റുകൾ ഇട്ടത്. അയാൾ അങ്ങനെ ഓസില് നോക്കൂല വാങ്ങണ്ട. അതും പോട്ടെ എന്ന് വയ്ക്കാം. പിന്നെ ഒരിടത്ത് കൊച്ചിൻ്റെ അച്ഛൻ പള്ളിയിലച്ഛൻ്റെ ഇച്ചയെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വായനക്കാരന് ആ കൊച്ചിൻ്റെ അച്ഛൻ പള്ളിയിലച്ഛനാണോ ഒന്ന് സംശയം തോന്നാതിരിക്കുമോ മാഡം? അതുകൊണ്ട് ആ ഭാഗവും തിരുത്തണം. കഥയിൽ തന്നെ ഒരു മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തിരുത്തിയാൽ. അക്ഷരത്തെറ്റ് തിരുത്താനേ ഞാൻ അനുവാദം തന്നിട്ടുള്ളൂ. കഥയിലെങ്ങാനും കൈവച്ചാൽ തൻ്റെ കഥ ഞാൻ കഴിക്കും. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഉണക്ക പേര് നോവലിന് അത് മാറ്റിയേ പറ്റൂ. അത് ഞാൻ മാറ്റും. ശരി, താൻ എന്ത് വേണോ മാറ്റിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ എഴുതിയ ആളിൻ്റെ പേരിരിക്കുന്ന സ്ഥലത്തെ അവസാനം ഗുണ്ട വിനു എന്ന് ഇടേണ്ടി വരും, അത്രേ ഉള്ളൂ. ഫോണിൽ എന്താ പ്രശ്നം? ഏതോ ഒരു ഗുണ്ട വിനു എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ പുസ്തകം ഇറക്കാൻ പാടില്ലെന്ന്, അവൻ നോക്കുകൂലി കൊടുക്കണമെന്ന്. അത്ര കായോ? ഇങ്ങത്താ ഫോണിഞ്ഞതാ. ഇനി അച്ഛൻ നോക്കിയോളൂ അയാളുടെ കാര്യം. അമ്മ വാ. ഹലോ, ആരാടോ താൻ? സ്ത്രീകളെ മാനം മര്യാദയ്ക്ക് എഴുതാനും സമ്മതിക്കില്ല താൻ. അവരുടെ ഭർത്താവ് കേട്ടോ. ഹലോ, വളരെ നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇടപെട്ടോണ്ടേ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അടുക്കളയിൽ പുകഞ്ഞ് തീർന്നേനെ. നമ്മൾ വിചാരിച്ച പോലെയല്ല, അയാൾക്കും സഹിക്കാൻ പറ്റാതെയാ.